പ്ലസ് വൺ റിസൾട്ടുമായി ബന്ധപ്പെട്ട് പല കുട്ടികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ്, എന്താണ് ഡബിൾ പാസ്, എത്ര മാർക്ക് കിട്ടിയാലാണ് ഡബിൾ പാസ് നേടാൻ പറ്റുക? ഈ ഒരു സംശയം പല കുട്ടികളും ചോദിക്കുന്നുണ്ട്. അപ്പൊ ഡബിൾ പാസ് എന്താണ്, എത്ര മാർക്ക് കിട്ടിയാലാണ് ഡബിൾ പാസ് നേടാൻ പറ്റുന്ന കാര്യം കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞ വീഡിയോ ആണ്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ മക്കളെ, എന്താണ് ഡബിൾ പാസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞുതരാം. അപ്പോൾ മക്കൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം 80 മാർക്കിന്റെ വിഷയങ്ങളുണ്ട്, 60 മാർക്കിന്റെ വിഷയങ്ങളുണ്ട് അല്ലേ? അതായത് നിങ്ങൾക്ക് പ്ലസ് വൺ റിസൾട്ട് നിങ്ങൾക്ക് ഗ്രേഡോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് മാത്രം അതിൽ കാണാൻ പറ്റുള്ളൂ. നിങ്ങൾ ഗ്രേഡോ അല്ലെങ്കിൽ നിങ്ങൾ പാസ്സായില്ലയോ എന്നുള്ള കാര്യം ഒന്നും അതിൽ കാണില്ല. കാരണം എന്താ വെച്ചാൽ പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും മാർക്ക് കൂട്ടിയിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഗ്രേഡും മൊത്തം കാര്യം തീരുമാനിക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം, പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും നിങ്ങൾ പാസ്സാവണമെങ്കിൽ നിങ്ങളുടെ റിട്ടേൺ എക്സാം അഥവാ എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മിനിമം മാർക്ക് നേടിയിരിക്കണം. അതായത് 80 മാർക്കിന് വിഷയമാണെങ്കിൽ 80 + 80 160, അതായത് പ്ലസ് വൺ പ്ലസ് ടുവിലേക്ക് കൂടി 160ൽ 48 മാർക്ക് എഴുതിയെടുത്താൽ നിങ്ങൾ 2 കൊല്ലത്തെ കൂടി പാസ്സാവും. അതായത് പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും കൂടി 80 മാർക്കിന്റെ വിഷയങ്ങളിൽ നിങ്ങൾ 48 മാർക്ക് നിങ്ങൾ നേടിയെടുത്താൽ നിങ്ങൾ 2 കൊല്ലത്തേക്ക് കൂടി പാസ്സായി. അതായത് 160ൽ 48 മാർക്ക്. ഇനി ഒരു എക്സാം എടുക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് പ്ലസ് വൺ റിസൾട്ട് വന്നപ്പോൾ ഇംഗ്ലീഷ് നിങ്ങൾക്ക് 48 മാർക്ക് ഉണ്ട്, അല്ലെങ്കിൽ 50 മാർക്ക് ഉണ്ട് വിചാരിക്കുക. നിങ്ങൾക്ക് 48 അല്ലെങ്കിൽ 50 മാർക്ക് ഉണ്ട്. അതായത് പ്ലസ് വണ്ണിൽ നിങ്ങൾ നിങ്ങളുടെ റിട്ടേൺ എക്സാം അഥവാ ടിഇയിലാണ് ഈ പറയുന്നത്, റിട്ടേൺ എക്സാം അഥവാ ടിഇയിൽ സിഇ കൂട്ടില്ല ടിഇയിൽ നിങ്ങൾക്ക് 48 48 മാർക്ക് 80 വിഷയത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായി, 2 കൊല്ലത്തേക്കും പാസ്സായി. അപ്പൊ 80 മാർക്കിന് വിഷയത്തിൽ നിങ്ങൾക്ക് 48 അതിൽ കൂടുതലോ മാർക്ക് കിട്ടിയാൽ നിങ്ങൾ പ്ലസ് വണ്ണിലും പാസ്സായി, പ്ലസ് ടുവിലും പാസ്സായി. നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ തന്നെ എന്ത് ചെയ്യാം, ഒരു ദീർഘനിശ്വാസം അങ്ങോട്ടേക്ക് എന്ത് ചെയ്യാം, ഇടാം. അപ്പോൾ 80 മാർക്കിന് വിഷയത്തിൽ നിങ്ങൾ 48 മാർക്ക് റിട്ടേൺ എക്സാം ടിഇയിൽ നിങ്ങൾ എഴുതിയെടുത്താൽ, സിഇ കൂട്ടാതെ ടിഇയിൽ നിങ്ങൾ എഴുതിയെടുത്താൽ 2 കൊല്ലത്തേക്ക് നിങ്ങൾ എന്തായി, പാസ്സായി. അപ്പൊ 80ൽ 48 കിട്ടിയാൽ നിങ്ങൾ 2 കൊല്ലത്തേക്കും എന്തായി, പാസ്സായി. ഇനി 60 മാർക്കിന് വിഷയമാണെങ്കിൽ നിങ്ങൾക്ക് 36 മാർക്ക് ടിഇയിൽ കിട്ടിയ, പ്രത്യേകം ശ്രദ്ധിക്കണം, സിഇയിലല്ല ടിഇ മാത്രം. നിങ്ങളുടെ എഴുത്ത് പരീക്ഷയിൽ 80 മാർക്കിന് വിഷയത്തിൽ 48, 60 മാർക്കിന് വിഷയത്തിൽ 36 കിട്ടിയാൽ നിങ്ങൾ 2 കൊല്ലത്തേക്കും പാസ്സായി. അപ്പോൾ പാസ്സായി എന്നുള്ളൊരു പാസ്സാവാ എന്നുള്ള ഭയങ്കര ക്രൈറ്റീരിയ നിങ്ങൾ എന്ത് ചെയ്തു, നേടിയെടുത്തു. അപ്പൊ 80 മാർക്കിന് വിഷയത്തിൽ 48, 60 മാർക്കിന് വിഷയത്തിൽ 36 മാർക്ക് നിങ്ങൾ എഴുതിയെടുത്താൽ 2 കൊല്ലത്തേക്ക് നിങ്ങൾ എന്തായി, പാസ്സായി എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ 80 മാർക്കിന് വിഷയത്തിൽ 48, 60 മാർക്കിന് വിഷയത്തിൽ 36 മാർക്ക് നിങ്ങൾ എഴുതിയെടുത്താൽ, ടിഇ എന്നുള്ള ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് നേടിയെടുത്താൽ നിങ്ങൾ 2 കൊല്ലത്തേക്കും എന്തായി, പാസ്സായി എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതിന് വിളിക്കുന്ന പേരാണ് ഡബിൾ പാസ്. ഇതിന് വിളിക്കുന്ന പേരാണ് മക്കളെ ഡബിൾ പാസ്. അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെ വിഷയങ്ങളിൽ ഡബിൾ പാസ് കിട്ടിയിട്ടുള്ള കാര്യം കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ഒന്ന് ടൈപ്പ് ചെയ്യട്ടോ. ഏതൊക്കെ വിഷയങ്ങളിലാണ് നിങ്ങൾക്ക് ഡബിൾ പാസ് കിട്ടിയെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുന്നു, കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ ആഗ്രഹിച്ച മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, വിചാരിച്ച മാർക്ക് കിട്ടാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പൊ അവർ ടെൻഷൻ അടിക്കണ്ട, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എജ്യൂപോർട്ടിന്റെ പ്ലസ് ടുവിന്റെ സൂപ്പർ ബാച്ച് ഉണ്ട്. ഈ പ്ലസ് ടുവിന്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കൂടി ഫ്രീ ആയിട്ട് കിട്ടും, ഇംപ്രൂവ്മെന്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം, എജ്യൂപോർട്ടിന്റെ പ്ലസ് ടു സൂപ്പർ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് എന്താവുന്നു, ഫ്രീ ആയി കിട്ടുന്നു. അപ്പം പ്ലസ് ടുവിന്റെ സൂപ്പർ ബാച്ച് നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിനുള്ള ബെസ്റ്റ് സൊല്യൂഷൻ അടിപൊളി ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതാണ്. റെക്കോർഡ് ക്ലാസ്, ലൈവ് ക്ലാസ്, എല്ലാ കാര്യവും നിങ്ങൾക്ക് വേണം. അതിനുള്ള സൊല്യൂഷൻ എവിടെയുണ്ട്, എജ്യൂപോർട്ടിന്റെ സൂപ്പർ ബാച്ചിലുണ്ട്. സോ എജ്യൂപോർട്ടിന്റെ സൂപ്പർ ബാച്ച് നിങ്ങൾ പ്ലസ് ടുവിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് ഫ്രീ ആയിട്ട് കിട്ടും. ഇപ്പം തന്നെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യട്ടോ. അപ്പോൾ മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ ഒരു തവണ കൂടി ഞാൻ ക്ലാരിറ്റിക്ക് വേണ്ടി പറഞ്ഞു തരാം. 80 മാർക്കിന്റെ വിഷയത്തിൽ ടിഇയിൽ നിങ്ങൾ 48, അതായത് എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾ സ്കൂളിൽ പോയി എഴുതിയ പരീക്ഷയിൽ 48 മാർക്ക് നേടിയെടുത്താൽ നിങ്ങൾ 2 കൊല്ലത്തേക്കും പാസ്സായി. 60 മാർക്കിന്റെ വിഷയത്തിൽ ടിഇയിൽ 36 മാർക്ക് നേടിയെടുത്താൽ നിങ്ങൾ 2 കൊല്ലത്തേക്കും പാസ്സായി. ഇതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്, ഡബിൾ പാസ്. എന്താ വിളിക്കുക, ഡബിൾ പാസ്. അപ്പൊ 80ൽ 48, 60ൽ 36 നിങ്ങൾ പ്ലസ് വണ്ണിൽ തന്നെ എഴുതിയെടുത്താൽ നിങ്ങൾക്ക് ഡബിൾ പാസ് ആയി എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കാം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ഇത്തരത്തിലുള്ള എല്ലാ അപ്ഡേറ്റ്സുമായിട്ട് നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. മാക്സിമം ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ കിട്ടിയ ടോട്ടൽ മാർക്ക് ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പം നമ്മുടെ ഇംപ്രൂവ്മെന്റ് ബാച്ചിന്റെ കാര്യം മറക്കണ്ട. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നേടാൻ ആഗ്രഹമുണ്ട്, ഏറ്റവും അടിപൊളി മാർക്ക് നേടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ സെറ്റ് ആക്കിയത് നമ്മുടെ എജ്യൂപോർട്ടിന്റെ ബാച്ച് ഉണ്ട്. ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുക, കാര്യങ്ങൾ സെറ്റ് ആവും. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്.